അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ എൻ്റെ പാവയ്ക്ക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കണ്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നേ. കാര്യം കണ്ടോ, ആ പാത്രത്തിൽ ഞാൻ പറിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക കണ്ടോ, അത് വേണ്ട ഇങ്ങനെ പ്രത്യേക പരിചരണമൊന്നും കൊടുത്ത് വളർത്തിയതല്ല. അതാ കേട്ടോ ഏറെ സന്തോഷം. ഇതേപോലെ താഴത്തും പടന്ന് കിടന്ന് അതവിടെ ഒരു കുഞ്ഞു തെങ്ങ് നട്ടിട്ടുണ്ട്. അതിൻ്റെ മൂട്ടിലാണ് ഒരു വെള്ളരിയും ഒരു പാവലും വന്നായിരുന്നു. വെള്ളരിക്ക് കുറേ പിടിച്ചായിരുന്നു കേട്ടോ. അന്നേരം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. കുറേ വെള്ളരിക്ക തന്നെത്താനെ ആ വെള്ളരിയുടെ മൂടങ്ങ് പോയേ. എന്നിട്ട് വേണ്ട ഈ പാവൽ, ആ പാവലിൻ്റെ മൂടെന്ന് പറയുന്നത് ആക്ച്വലി തെങ്ങിൻ്റെ മൂട്ടിൽ നിന്നുകൊണ്ട് അവിടെ ഒരു ചാക്ക് വെച്ചിരുന്നില്ലേ, അതിൽ നിന്നുമുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പ്രത്യേക പരിചരണമൊന്നും കൊടുക്കേണ്ടി വന്നില്ല. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ പാവയ്ക്ക വാങ്ങിച്ചത് അതിനകത്ത് ഈ പാവയ്ക്ക കുരുവോടുകൂടി കൊണ്ട് കളഞ്ഞതാണ്. പിന്നെ കുറേ വലിയ പാവയ്ക്ക കണ്ടില്ലേ, ആ പാവയ്ക്ക ദേ കിടക്കുന്ന കണ്ടില്ലേ, അവിടുന്ന് ഇങ്ങോട്ടിങ്ങനെ പടത്തി കിടപ്പുണ്ടേ. അതിൽ നിന്നാണ് പറിച്ചത്. എനിക്കത് പറിച്ചപ്പം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം കുഞ്ഞു പ്രാണികൾ ആ കുറ്റിക്കാട്ടിൽ നിന്ന് എൻ്റെ കയ്യിലും കാലിലും ഒക്കെ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതെനിക്കെല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ കിട്ടിയപ്പോഴേ. ഇനി അടുത്തതേണ്ട ഇവരാരാന്നറിയാമോ? ഇവരാണ് എൻ്റെ ചങ്ക് കൂട്ടുകാർ. ഇതെൻ്റെ ചക്കി, അതെൻ്റെ അപ്പൂസ്. ചക്കി അനങ്ങുന്നില്ല, മസിൽ പിടിച്ചിരിക്കുന്നു. അപ്പൂസ് താണ്ട് വാലിട്ടാട്ടി കാറ്റും വീശിയൊക്കെ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത്രയും പയറും ഉണ്ടായിരുന്നേ. അപ്പോൾ ഈ പയർ പാവയ്ക്കയും കൂടെ ഞാനെടുത്ത് കിണറ്റിലോട്ട് എറിയാൻ പോകുമൊന്നുമല്ല കേട്ടോ. സന്തോഷം കൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ കാണിച്ചാ. പിന്നെ ഞാൻ എന്തായെന്ന് അറിയാമോ, ഇത് അരിഞ്ഞ് കയ്യോടങ്ങ് ഇവരെ അങ്ങ് അരിഞ്ഞ് നല്ല പൂക്കല പോലെ ഇരിക്കുന്നല്ലേ. ഭയങ്കര സന്തോഷമായിരുന്നു ഇതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക്. ഇതരിഞ്ഞു. പിന്നെ പയറും ഞാൻ അങ്ങോട്ട് അരിഞ്ഞു വെച്ചു, പാവയ്ക്കയും അരിഞ്ഞു വെച്ചു. ബാക്കി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഈ സന്തോഷം എന്നുള്ള വാക്ക് ഞാൻ പിന്നെയും പറയുന്നത്. പിന്നെ ഇതേണ്ട വേസ്റ്റ് ഇത്രയേ ഉള്ളായിരുന്നു. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിഞ്ഞാലേ അതിനകത്ത് അതിൻ്റെ പരിപ്പും പണ്ടൊക്കെ ഇഷ്ടം പോലെ കാണില്ലേ. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് പാകത്തിൻ്റെ സമയത്ത് പറിച്ചതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.